നൗഷാദിന്റെ മറുപടികളിൽ എത്രത്തോളം വ്യക്തതയുണ്ട്? എത്രത്തോളം വ്യക്തതയുണ്ട്? സഭയിൽ ഇന്ന് മാത്യു കുഴൽനാടനെ പറയാൻ സമ്മതിക്കാതിരുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നൗഷാദ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പി വി അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് കൂടുതൽ വിശദീകരിക്കാനില്ല. അത് പി വി അൻവറിന്റെ ആരോപണം എന്ന നിലയ്ക്ക് പി വി അൻവർ കൊണ്ടുപോകട്ടെ. പി വി അൻവർ കൊടുത്തിട്ടുണ്ടാകും രേഖ, സ്പീക്കർ കണ്ടിട്ടുണ്ടാകാം രേഖ. ഇതാണ് പാർട്ടി പറയുന്നത്. അൻവറിനോട് ചോദിച്ചിട്ടുണ്ട്. അൻവറിനോട് ചോദിച്ചിട്ടുണ്ട്. ശ്രീകുമാർ, എത്രത്തോളം വ്യക്തതയുണ്ട് ഈ മറുപടി? അത് ചോദിക്കണം. അൻവർ സഭയ്ക്ക് പുറത്തും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ തൊടാതെ പോയാൽ കുഴപ്പമില്ല. പുതിയ ടെക്നിക്ക്. ശ്രീ നൗഷാദ്, താങ്കൾ പറയുന്നത് ചുരുങ്ങിയ പക്ഷം ഈ ചാനൽ കേൾക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ അണികൾക്കെങ്കിലും ബോധ്യപ്പെടണം. നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ രേഖാമൂലം ആവശ്യപ്പെട്ട ഒരാരോപണം ഉന്നയിക്കാനാണ്. അത് ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി കൊടുത്തില്ല. നമ്മളോടൊരു കാര്യം ഓർക്കണം സ്മൃതി, ഞാൻ നൗഷാദിനെയും കുറ്റം പറയില്ല. കാരണം എന്താണെന്നറിയോ, ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി. കാരണം 4 ദിവസം മുമ്പ് നമ്മുടെ ബജറ്റിൽ നിർണായകമായ സ്ഫോടനാത്മകമായ ഒരു തീരുമാനം കൊണ്ടുവന്നല്ലോ സ്വാശ്രയ സർവകലാശാലയെക്കുറിച്ച്. ഇന്നിപ്പോൾ എന്താ പാർട്ടി പറഞ്ഞത്? അപ്പോൾ ഈ പാർട്ടി എന്താ തീരുമാനിക്കുന്നത്? എവിടെ വെച്ചാ തീരുമാനിക്കുന്നത്? ആരാ തീരുമാനിക്കുന്നത്? ഒന്നും അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു മിനിറ്റ് നൗഷാദ്, ഒരു മിനിറ്റ്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീ നൗഷാദിനെ എന്ത് പറയാനാണ് ഇവിടെ വന്നിട്ട്? ശ്രീമതി സ്മൃതി, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഈ പാർട്ടിയിൽ ഇപ്പോഴും വിഭാഗീയത ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിസം കാണുന്നുണ്ട്. കാരണം ഇതിന് അനുമതി നിഷേധിച്ചത് കൊണ്ടാണല്ലോ നമ്മളിത് ചർച്ചയാക്കിയത് കൊണ്ടാണല്ലോ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. ഒരു 6 മാസം മുമ്പ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഈ വിഷയം മാസപ്പടി വിഷയം ഉന്നയിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്പീക്കറുടെ മുഖത്ത് നോക്കി ക്ഷുഭിതനായി ചോദിച്ചു, അങ്ങിത് കാണുന്നില്ലേന്ന്. പിന്നെ തൊട്ട് അദ്ദേഹം അത് കണ്ടു തുടങ്ങി സ്പീക്കർ. അതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം താൻ ചെയ്യുന്നത്, നിയമസഭയിൽ നിഷ്പക്ഷത പാലിക്കേണ്ട താൻ ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ഇഷ്ടമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കാനാണ് സ്പീക്കർ അവരെ സഹായിക്കേണ്ടത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വായടയ്ക്കാൻ നിന്നു കൊടുക്കരുത്. ഇവർ മോദിയെയും BJPയെയും കുറ്റം പറയുന്നുണ്ടല്ലോ. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു സമരം പുറത്തു കാണിക്കാൻ CPM ധൈര്യപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സഭ TV മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നത്? പ്രതിപക്ഷത്തെ ഭയക്കുന്നു ശ്രീമതി സ്മൃതി. ജനത്തിൻ്റെ മുഖമാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തെ ഒരു ഭയക്കുകയാണ്. ഇനി നോക്കിക്കോളൂ, ഇവരെ അഴിമതി ആരോപണങ്ങൾ തിരിച്ചുന്നയിക്കാൻ യാതൊരു മടിയവർക്കുണ്ടാവില്ല. KM മാണി സാറിനെ നിയമസഭയിൽ വെച്ച് എത്ര മോശമായിട്ട് ചിത്രീകരിച്ചവരാണിവർ, ഒരു തെളിവുമില്ലാതെ. ഉമ്മൻചാണ്ടിയെ എത്ര മോശമായി ചിത്രീകരിച്ചു, ഒരു തെളിവില്ലാതെ. ഏതെങ്കിലും ഒരു ചർച്ച ശ്രീ ഉമ്മൻചാണ്ടി തടഞ്ഞോ? ഏതെങ്കിലും ചർച്ച KM മാണി സാർ തടഞ്ഞോ? പക്ഷെ ഇന്ന് മാണി സാറിൻ്റെ പാർട്ടി ഇവർക്ക് ജയപാടി നടക്കുന്നത് വേറെ വിഷയം. പക്ഷെ തടഞ്ഞില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ മടിയിൽ കനമില്ല. അതാണ് എൻ്റെ വിഷയം. ഇവിടെ നിങ്ങൾ നോക്കൂ സ്മൃതി, ശ്രീ നൗഷാദ് പറയുന്നതിനെക്കുറിച്ച് ചോദിച്ചല്ലോ. അത് സാധാരണഗതിയിൽ നമ്മൾ ഒരു വിഷയം മുൻകാലങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ അവർ ഒരുപാട് ആലോചിക്കും. സ്റ്റേറ്റ് കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, PB ഒക്കെ ആലോചിക്കും. ഇപ്പം എന്താണ് അവർ ആലോചിക്കുന്നത്? പാർട്ടി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമല്ലല്ലോ ഇപ്പോൾ എക്സാലോജിക്ക് വിഷയം. അതിപ്പോൾ കർണാടക കോടതിയിലാണ് പോകുന്നത്. കർണാടക കോടതി എന്താ പറഞ്ഞത്? തൽക്കാലം അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ? ഇല്ല. എങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കൂ, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ ചാനലിൽ ഇന്ന് പറഞ്ഞത് തിരിച്ചടി. ആർക്ക്? SFIOയ്ക്ക് തിരിച്ചടി. എന്ത് തിരിച്ചടിയാണിത്? അപ്പോൾ ഒരു പാർട്ടി നയമാണത്. ഈ വിഷയം ചർച്ച പാടില്ല എന്നുള്ളതും ഇത് പാർട്ടി ഏറ്റെടുത്തു എന്നുള്ളതും ഇതിന്മേൽ ഒരാൾ പോലും മിണ്ടിപ്പോകരുത്. അത് വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള, സഹൃദയനായ, സൗഹാർദ്ദപരമായ സമീപനമുള്ള ശ്രീ നൗഷാദ് പോലും മിണ്ടിപ്പോകരുത് എന്നുള്ളതാണ്. കാരണം നൗഷാദ് കാര്യങ്ങളൊക്കെ പഠിച്ച് സംസാരിക്കുന്ന MLA ആണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം വെറുതെ പറയുകയാണ്. പക്ഷെ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. അദ്ദേഹം ബഹളം വെച്ച് ഇറങ്ങി പോകുന്നില്ല. അദ്ദേഹം ഇരുന്ന് തരുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്മൃതി എത്ര ചോദ്യം ചോദിച്ചാലും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി എത്ര ചോദിച്ചാൽ പയർ അഞ്ഞാഴിന്നേ പറയുള്ളൂ. അതാണ് പാർട്ടിയുടെ ഇന്നത്തെ നയം. അങ്ങനെ പറയാവൂ.
നേരെ മറിച്ച് എക്സാലോജിക്ക് വിഷയം ചർച്ച ചെയ്യട്ടെ, അതിൽ തെറ്റുകാരുണ്ട്, ശിക്ഷിക്കപ്പെടട്ടെ. ഇതൊക്കെ പണ്ട് പാർട്ടി പറഞ്ഞിരുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത്, പിണറായി VS അച്യുതാനന്ദൻ അഭിപ്രായ ഭിന്നത നിലനിന്ന കാലത്ത്, ലാവ്ലിൻ കേസ് വന്ന കാലത്ത് അന്നത്തെ VS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. ഇതൊക്കെ പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ശക്തി കൂട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്താണ്? ഏകപക്ഷീയം, എല്ലാം ഐകകണ്ഠ്യേന, ഒന്നിനെ എതിർപ്പില്ല. എന്തിന് ബജറ്റിലെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ആ നിയമം പിൻവലിക്കുന്നത് ആരറിഞ്ഞു? മുന്നണി അറിഞ്ഞോ? CPM അറിഞ്ഞോ? ആരറിഞ്ഞു? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നവർ പറയുന്നു അത് അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. എന്താണ് സ്മൃതി നമ്മുടെ ഈ പാർട്ടിക്ക് പറ്റിയത്? ഇതിനി ഒരു രക്ഷയുള്ളൂ, ഈ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് യഥാർത്ഥ CPM ആയിട്ട് ഇവർ രൂപപ്പെടുള്ളൂ. അതുവരെ ശ്രീ G. സുധാകരനെ പോലുള്ള CPMൻ്റെ നേതാക്കളാണ് അല്പമെങ്കിലും ഈ പാർട്ടിയെ വിമർശിക്കുക. സുധാകരൻ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും, ഒരു വാചകം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിച്ച് നിൽക്കുകയാണ്. ചക്കരക്കുടത്തിൽ കൈയിടുന്നവർ സ്റ്റേറ്റ്സ്മാൻ അല്ല എന്നുള്ളത്. ഒറ്റ വരിയേ ഉള്ളൂ, ഒറ്റ വാചകമേ ഉള്ളൂ. ആ വാചകത്തിൽ എല്ലാം പെടുന്നുണ്ട്. അതൊരു ഇന്നത്തെ വിഷയം നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ CPMലെ ഒരു വിഭാഗത്തിന് സന്തോഷം. അവരുടെ ജനാധിപത്യ ബോധം അവരുടെ ഉള്ളിൽ തന്നെ അലയടിക്കുന്ന ഒരു നിമിഷം ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ആഹ്ലാദമായിരിക്കും. ശരി. Debate with Smriti Parithikad.